ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ചെങ്കടൽ അടക്കുമെന്നും അമേരിക്കയുമായുള്ള കരാർ റദ്ദാക്കുമെന്നും അമേരിക്കൻ കപ്പലുകളെ 4 ഭാഗം ചേർന്നുകൊണ്ട് ആക്രമിച്ച് തകർക്കുമെന്നുമാണ് യമനിലെ ഹൂത്തികൾ അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. തങ്ങൾ ചെങ്കടലിൽ കൊടിനാട്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ എന്ന തരത്തിലുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. മെഡിറ്ററേനിയൻ കടൽ തീരം ചേർന്നുകൊണ്ട് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനെ ലക്ഷ്യമാക്കിയിട്ടാണ് എന്ന് ചില അറബ് മാധ്യമങ്ങൾ ഉദ്ധരിച്ചതിനോടനുബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ഹൂത്തിയുടെ സമര നേതൃത്വത്തിൽ, ഈ സൈനിക നേതൃത്വത്തിലുള്ള വ്യക്തികൾ. അവർ കൃത്യതയോടുകൂടി പറയപ്പെടുത്ത കാര്യം ഇങ്ങനെയാണ്: ഡ്രോണുകളും റോക്കറ്റുകളും ഞങ്ങൾ സജീവമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ അതിമാരകവും നൂതനവുമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറയുണ്ട്. ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് മാസങ്ങളോളം തെരച്ചിൽ നടത്തിയിട്ടും ഞങ്ങളുടെ ആയുധത്തെ നശിപ്പിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം വളരെ കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇറാനിലെ ഹൂത്തികൾക്ക് വൻതോതിൽ ആയുധങ്ങൾ കപ്പൽ വഴി എത്തിച്ചിരിക്കുന്നു എന്ന് ചില പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേക്കുറിച്ച് തങ്ങൾ അന്വേഷിക്കുകയാണെന്നും ഈ അന്താരാഷ്ട്ര പാത കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ ആയുധങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് തങ്ങൾ നടപടിയെടുക്കുമെന്ന് അമേരിക്കയുടെ വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെയാണ് ഈ യമൻ ഇതിന് മറുപടി പറഞ്ഞത് എന്നൊരു പ്രത്യേകതയുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: പേർഷ്യൻ ഗൾഫിലൂടെ ഹോർമുസ് കടൽ, ഒമാൻ ഉൾക്കടൽ, അറബിക്കടൽ, ഏദൻ ഉൾക്കടൽ, ബാബുൽ മന്ദബ് വഴി യമനിലേക്ക് എത്തുന്നു. ഇതിൽ നല്ലൊരു ഭാഗം പേർഷ്യൻ ഗൾഫിൻ്റെയും ഹോർമുസ് കടലിൻ്റെയും ഒക്കെ, അതായത് ബാബുൽ മന്ദബിൻ്റെ ഭാഗങ്ങളെല്ലാം അന്താരാഷ്ട്ര പാതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിരിക്കുന്ന കടലിടുക്കായിട്ടാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകപരമായിരിക്കുന്ന പരിശോധന നടത്താൻ വേണ്ടി അമേരിക്കയ്ക്ക് അധികാരമൊന്നുമില്ല. അങ്ങനെ ഒരു അംഗീകാര കാര്യങ്ങൾ UN സഭ നൽകിയിട്ടുമില്ല. ഈ മേഖല എന്ന് പറയുന്നത് ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. മർമ്മപ്രധാനമായിരിക്കുന്ന പേർഷ്യൻ ഗൾഫിൻ്റെയും ഹോർമുസ് കടലിടുക്കിൻ്റെയും ഒക്കെ മേഖലയും നിയന്ത്രണവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖല വെച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇറാൻ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വരെ ഞങ്ങൾ ഹോർമുസ് കടൽ അടക്കും എന്ന് വരെ പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ നിലച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം അമേരിക്കക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും തന്നെയാണ് ഉണ്ടാവുക. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം വഹിച്ചുകൊണ്ടുള്ള കപ്പൽ അറേബ്യൻ മേഖലയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്ക് അടക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിശ്ചലമാകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നുള്ളതാണ്. തെക്കൻ തീരം ഒമാൻ്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് പോലും ചില സമയത്ത് ഇടപെടൽ ഇറാൻ നടത്താറുണ്ട് എന്നുള്ളത് ഇതിൻ്റെ മുൻപ് തന്നെ പറയപ്പെട്ട പരാതിയായിരുന്നു. സ്വകാര്യ വ്യാപാര കപ്പൽ വഴി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇറാൻ ഈ ഹൂത്തികൾക്ക് അല്ലെങ്കിൽ യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുധങ്ങൾ കടത്തുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാൻ്റെ പതാക പതിച്ച കപ്പലിലോ അതല്ലെങ്കിൽ റഷ്യയുടെയോ ചൈനയുടെയോ പതാക പതിച്ച കപ്പലിലോ അല്ല ഇറാൻ ഹൂത്തികൾക്ക് യമനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത്. സ്വകാര്യ വ്യാപാര കപ്പൽ വഴിയാണ്. അത് ഒളിച്ചു വെച്ച് കടത്തുന്ന രീതിയിലുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിക്കാറുള്ളത്. എന്നിട്ട് ആ കപ്പലിൻ്റെ പാതയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും കൂടുതൽ അത് പോകാറുള്ളത് അന്താരാഷ്ട്ര പാതയിലാണ്. ഇത് വല്ലാതൊന്നും ചെക്ക് നടക്കില്ല. പരിശോധന നടത്തിയിട്ട് പിടിച്ചെടുക്കാനുള്ള അധികാരങ്ങളൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് ആ മേഖല സുരക്ഷിതമായിരിക്കുന്ന ഇടമായിട്ട് കാണുന്നു. ഇടനില നെറ്റ്വർക്ക് മാർഗമാണ് ഇറാൻ ഉപയോഗിക്കുന്നതെന്നും അത് പടിഞ്ഞാറൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഘട്ടം ഘട്ടമായി വ്യത്യസ്ത കപ്പലുകൾ മാറ്റിയിട്ടും ബോട്ടുകൾ മാറ്റിയിട്ടും ലക്ഷ്യത്തിലെത്തിക്കുകയാണ് സാധാരണഗതിയിൽ ഇറാൻ ചെയ്യാറുള്ളത് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ട് ഇസ്രായേലിലെ ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അഥവാ ഇറാൻ്റെ പ്രോക്സി വിഭാഗങ്ങൾ ഇതിനു വേണ്ടി തന്നെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരായിട്ട് വലിയൊരു വിഭാഗത്തെ ഇറാൻ നിയമിച്ചിട്ടുണ്ട്. അവർ ആ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നുണ്ട് എന്നാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നത്. അത് പുറപ്പെടുന്ന സമയത്ത്, അതായത് പൂർണ്ണമായിരിക്കുന്ന
കപ്പൽ നിയന്ത്രണമുള്ള കടലിടുക്ക്, അത് ഓർമുസ് കടൽ, പേർഷ്യൻ ഗൾഫിൻ്റെ ഓർമുസ് കടലൊക്കെ പറയുന്നത്, അത് പൂർണ്ണമായിരിക്കുന്ന ഇറാൻ്റെ നിയന്ത്രണത്തിലുള്ള മേഖലയിലേക്ക് അവരുടെ കപ്പൽ വഴി വരികയും പിന്നീട് അത് ബോട്ട് വഴി മാറ്റിയിട്ടാണ് യഥാർത്ഥത്തിൽ യമനിലെത്തുന്നത്. നമ്മൾ മേലെ പറഞ്ഞ അത്രയും കടലിടുക്ക് കടന്നുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ബോട്ടുകളിലേക്ക് ചേഞ്ച് ആക്കിക്കൊണ്ട്, അതായത് കപ്പലിന് സമാനമായിരിക്കുന്ന ബോട്ടുകൾ സർവീസ് നടത്തുന്നു ഈ മേഖലയിൽ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടേക്ക് എത്തുന്നതെന്ന് ചുരുക്കം. ഘട്ടം ഘട്ടമായി വ്യത്യസ്ത കപ്പൽ ബോട്ടുകളിലൂടെ ഇറാൻ പ്രോക്സി വിഭാഗങ്ങൾ എത്തിക്കുന്നുണ്ട്. ചിലത് പൂർണ്ണമായി മിസൈൽ അല്ല എന്ന് പറയാം, അതായത് പൂർണ്ണമായിരിക്കുന്ന അക്രമത്തിന് സമാനമായിരിക്കുന്ന മിസൈലുകളുടെ രൂപം അത് പൂർണ്ണത തോതിലല്ല എത്തിക്കാറുള്ളത്. അത് വളരെ തന്ത്രപരമായിട്ടാണ്. അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അസംബിൾ ചെയ്യാൻ പാകത്തിൽ വ്യത്യസ്ത തരത്തിലുള്ളതാണ് അവിടേക്ക് എത്തിക്കാറുള്ളത്. ഇതിനിടയിൽ പറഞ്ഞു 12 സർവീസ് എന്ന് പറഞ്ഞ് 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് ഇവരുടെ ഈ പറയപ്പെട്ട മിസൈൽ സംവിധാനത്തെ മാറ്റിയിട്ട് അങ്ങനെയാണ് സാധാരണ കൊണ്ടുവരാറുള്ളത് എന്ന് ചുരുക്കം. അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഒന്നിൽ നിന്ന് ഒന്ന് ജോയിൻ്റ് ആയിരിക്കുന്ന രീതിയിലേക്ക്, അതായത് ഒരു കപ്പലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ നിന്ന് യമനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും ജോയിൻ ചെയ്താൽ ഒരു മിസൈൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം അതിൻ്റെ ഇടതോ ഭാഗത്തോ മധ്യഭാഗത്തോ ഉള്ള 1-2 ഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. ഇത് പൂർത്തീകരിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, തൊട്ടടുത്ത ദിവസം അടുത്ത കപ്പൽ വരണം. അങ്ങനെ 2-3 കപ്പൽ എത്തിയതിനു ശേഷം മാത്രമേ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു മിസൈലോ ഡ്രോണോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യമന് സാധിക്കൂ. ഇത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അന്താരാഷ്ട്ര പാതയിൽ വെച്ച് അപകടം ഉണ്ടാവുകയോ അതല്ലെങ്കിൽ ഈ പ്രാദേശിക പാതയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അമേരിക്ക അടക്കമുള്ള ഏതെങ്കിലും രാജ്യങ്ങളോ കപ്പലിനെ പിടികൂടുകയോ അന്വേഷണം നടത്തുകയോ പരിശോധന നടത്തുകയോ ചെയ്യേണ്ടി വന്നാൽ ഒരിക്കൽ പോലും ഒരു മിസൈൽ നിർമ്മിതമായിരിക്കുന്ന വസ്തുക്കൾ ഇതിലുണ്ട് എന്ന് അവർക്ക് പറയാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ അത് മറ്റൊരു ജനകീയപരമായിരിക്കുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റാത്ത വിധമാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും കപ്പൽ പരിശോധന വിപുലവും വ്യാപകമായ രീതിയിൽ നടത്തിയിട്ടും യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് കണ്ടുപിടിക്കാനും പിടികൂടാനും സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ തരത്തിൽ ഇവ കൊണ്ടുവരുന്നു എന്നതിനാലാണ്. കരീബിയൻ കടലിലുള്ള അമേരിക്കയുടെ നിയന്ത്രണം പോലെ മറ്റ് മേഖലയിലേക്കും ഈ നിയന്ത്രണം മാറ്റുക അല്ലെങ്കിൽ ഈ തരത്തിലേക്ക് ആ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിച്ചത്. പക്ഷേ ഇറാൻ്റെ ശക്തമായിരിക്കുന്ന പ്രതികരണത്തിന് മുൻപിൽ നിന്ന് വിറച്ചു പോകുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതിഫലനമാണ് ഇപ്പോൾ യമനിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പരസ്പര ധാരണ മാത്രമാണ്. ഒരു നിശ്ചിത കാലത്തേക്കെന്നോ നിശ്ചിത രീതിയിലെന്നോ ഇതിൽ പ്രത്യേകമായ രീതിയിൽ പരാമർശിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങൾ ശത്രുവായിരിക്കുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അത് റദ്ദാക്കുക എന്നുള്ളതും സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിനുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സൗഹൃദ രാജ്യമാണ്. ഞങ്ങളുടെ നേതൃത്വ നിരയിലുള്ള പ്രധാന കക്ഷികളാണ്. അവർക്ക് നേരെ എന്തൊരു വിഷയം അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളതും പ്രതിരോധിക്കുക എന്നുള്ളതും അവരെ സംരക്ഷിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു കാരണവശാലും ഞങ്ങൾ പിന്മാറുകയില്ല. അതിൻ്റെ അർത്ഥം അമേരിക്കയാണ് മുഖ്യ ശത്രുവായിട്ട് വരുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും ഇറാനോടൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ചെങ്കടലിൽ കൊടി നാട്ടിയിട്ട് ഞങ്ങൾ അമേരിക്കയെ പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള കരാർ എന്നേക്കുമായിട്ട് റദ്ദാക്കുക എന്നുള്ളതാണ്. ആ കരാർ വ്യവസ്ഥ നിലനിൽക്കാത്ത തരത്തിൽ ഞങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഞങ്ങൾ ആ പ്രവർത്തനത്തിന് ആക്കം കുറിക്കും എന്നുകൂടി പറഞ്ഞതോടെ ഈ മേഖല ഒന്നുകൂടി സംഘർഷാവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. ചെങ്കടൽ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. യമന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും അവിടെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്തിയതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് ഒരുങ്ങി തയ്യാറായി നിൽക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇസ്രായേലും ഈ ഗസയും തമ്മിൽ ഈ വെടിനിർത്തൽ കരാറുണ്ടായത്. ഇനി അതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്.